السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن استنى بسنته واهتدى بهديه إلى يوم الدين. أما بعد. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു അനുഗ്രഹം കൊണ്ടുവന്നു, അവന്റെ നിഅമത്ത് കൊണ്ടുവന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ചെറിയ രായത്തിൽ അവന്റെ ഇബാദത്താക്കുന്നതായോ അതേപോലെ അവന്റെ ദിക്റോ ഉയർത്തതായോ ഒരു മർക്കസ്, ഒരു സെന്റർ ഉണ്ടാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റുപാടില്ല. അതിലും വലിയൊരു കുസിരും അതേപോലെ സന്തോഷത്തിൽ വിശേഷിക്കുന്നത് അൽഹംദുലില്ലാഹ്. ഈ ഒരു മർക്കസിൽ ഉഡ്രോ മുട്ടമുട്ടത്തോ ഔത്തുൽ സിരിയ മക്കും അതേപോലെ വലിയ മക്കും അള്ളാഹുടെ കലാമായിട്ടുള്ളതായ ഖുർആൻ ഹിഫ്ള് പഠിക്കാനുള്ളതായ ഒരു അവകാശം ഈ ഒരു സെന്ററിൽ ഉണ്ടാക്കി തരുന്നതാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ഒരു നിഅമത്തായിരിക്കും. അള്ളാഹു ആർക്കായും അവന്റെ ദീനിന്റെ ഖിദ്മത്ത് എടുക്കുള്ളതായ അവകാശം കൊടുക്കുന്ന സെന്റർ അത് ഖാസായിട്ടുള്ളതായ ആൾമാർക്ക് മാത്രമേ എത്തിക്കും. നമുക്ക് മാത്രമേ കിട്ടുന്നതായ ഒരു വലിയൊരു ഗിഫ്റ്റ് എത്തിക്കും. ദുനിയാവിലോ അല്ലെങ്കിൽ രാജ്യത്തിൽ എത്രമാ മുസ്ലിമായിരിക്കുവാർ മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊറിയ ആൾമാർ മാത്രം സെലക്ട് ആക്കിയിട്ട് അങ്ങനെ നിന്നിട്ട് അള്ളാഹുടെ ദിക്റോ അള്ളാഹുടെ ഖുർആനോ അള്ളാഹുടെ ബൽക്കത്തോ ഉയർത്തപ്പാട്ടു, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിന്നിട്ട് അള്ളാഹുടെ കലാമിനെ സ്പ്രെഡ് ആക്കപ്പാട്ടു. അപ്പൊ അള്ളാഹു നമുക്ക് തന്നതായ വലിയ ഒരു നിഅമത്തെ എത്തിക്കൽ, അള്ളാഹുടെ ദീനിന്റെ ഖിദ്മത്ത് എടുക്കാനുള്ളതായ അവകാശം, അള്ളാഹുടെ കലാമിനോ സ്പ്രെഡ് ആക്കാനുള്ളതായ അവകാശം നാം മനസ്സിലാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും അതേപോലെ മക്കൾക്കു പഠിക്കുകയുള്ളതായ ഒരു അവകാശം തന്നത് അത്ര മഹത്വം എന്തോ, അത് എത്ര ഒരു ഫദ്ലുള്ളതായ കാര്യം എത്തിക്കൽ, അതേപോലെ ಅದ್ರ ವಿಶೇಷತೆ ಎಂದ್ರು ಅರಿರದು ನನ್ನ ಮೇಲೆ ಸುಮ್ಮ ಬಾಧ್ಯತೆಯುಳ್ಳದೆ ಅವ್ರಿಗೆ ಸಿಕ್ಕಿದ್ದಾರೆ. ಎಂದಿಸನಿಂಗ್ ಇಂದು ಮುಸ್ಲಿಮೀಂಗ ಸುಮ್ಮತ ಮುಸ್ಲಿಮೀಂಗ ಅಂಗ ಯಾರ ಫೋಕಸ್ ಹಾಕಿರೋದು ಇಂಪಾರ್ಟೆನ್ಸ್ ಕೊಡ್ಕಿರೋದು ದುನಿಯವೇ ತುಳ್ಳದಾಯೋ ಇಲ್ಮಗ ಎತ್ತಿಕ, ಅದ್ರೊಳಗೆ ಸಂಶಯವಿಲ್ಲ. ಅದರೊಟ್ಟಕ್ಕೂ ದೀನಿ ತುಳ್ಳದಾಯ ಇಲ್ಮ മക്കൾക്കും അതേപോലെ സ്വന്തം പഠിക്കാറുണ്ടായെങ്കും ദുനിയാവായിട്ടുള്ളതായ ഇൽമുറെ എതിർ വെച്ചിട്ടുണ്ടെങ്കിൽ യാറ തക്കതീയമായിട്ട് അല്ലെങ്കിൽ പ്രാമുഖ്യത കൊടുക്കുന്നത് ദുനിയാവായിട്ടുള്ളതായ ഇൽമൈത്തിക്ക. അതുപോലെ വലിയ കാരണ ഈ ദീനിയായിട്ടുള്ളതായ ഇൽമാവട്ട് അല്ലെങ്കിൽ ഖുർആന്റെ ഇൽമ് അದ್ರ ഫضل ಅದ್ರ ಮಹತ್ವ അറിയാത്ത സബലൈത്തിക്ക. അത് മാത്രം അറിഞ്ഞിരാണ്ടായിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും എല്ലാ മുഅ്മിനീങ്ങ അങ്ങനെ ദീനിയായിട്ടുള്ളതായ ഇൽമിಗೆ ಯಾರು ಪ್ರಾಮುಖ್ಯತೆ കൊടുക്കാತಾರೆ. അതല്ലാണ്ട് ഞങ്ങ ഏതാ ഒരു സന്ദർഭത്തിൽ മരിച്ചുപോയാണ്ടായെങ്കിൽ വഫാത്തായിട്ട് പോയാണ്ടായെങ്കിൽ അത്ര വർഷം ഞങ്ങൾ പഠിച്ചതായ ദുനിയാവായിട്ടുള്ളതായ ഇൽമ് നമുക്ക് ഒരിക്കലും ഫായിദത്തിന് വേണ്ടില്ല. ഞങ്ങളെ ആഖിറത്തിലാവട്ടെ, ഞങ്ങളെ ഖബറിലാവട്ടെ, ഖിയാമത്ത് നാളിലാവട്ടെ, സ്വർഗത്തിക്ക് പോകാവട്ടെ, ഏതിലാവട്ടും ആ ദുനിയാവായിട്ടുള്ളതായ ഇൽമ് 1% എത്ര നമുക്ക് ഫായിദ ಬಂದಿಲ್ಲಂತಾയെങ്കും ഞങ്ങൾ ദുനിയാവോ 99% നമ്മൾ എന്തിലേക്ക് ചെലവാക്കുന്നത് ആ ദുനിയാവായിട്ടുള്ളതായ ഇൽമിലേക്ക്. അതെ നമ്മൾ മാത്ര വഫാത്തായിട്ട് പോയാണ്ടായെങ്കിൽ അതിൽ പിന്നെ നമുക്ക് എല്ലാ രൂപത്തിലും നമുക്ക് ഹെൽപ്പ് ആവുന്നതും നമുക്ക് സുലഭാക്കി കണ്ടതും ദീനിയായിട്ടുള്ളതായ ഇൽമിലേക്ക്. ഞങ്ങൾ പഠിച്ചതായോ പഠിപ്പുള്ളതായോ അದ್ರ ഒരു പരീക്ഷ സ്റ്റാർട്ട് ആവുന്നതും ഞങ്ങൾ വഫാത്തിൽ നിന്ന് സ്റ്റാർട്ട് ആവുന്നതും അതേ ദീനിയായിട്ടുള്ളതായ ഇൽമിന്റെ മുഖാന്തര എത്തിക്കണം. ഖബറിൽ വന്നിട്ട് ഞങ്ങളോട്ട് കേൾക്കുന്നതായ പ്രശ്നങ്ങൾ മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക, ആ ക്വസ്റ്റ്യനുകളതായോ ആൻസർ പഠിക്കുന്നതൊരു ഒരു പ്രാമുഖ്യത എത്തിക്കരുത് ഈ ദുനിയാവ് ഞങ്ങൾ കൊടുക്കണായിട്ട് ಅದಕ್ಕುള്ളതായ തയ്യാറി എത്തിക്കൽ ഞങ്ങൾ കൂടെ ആക്കണായിട്ട്. അപ്പൊ അതല്ലാണ്ട് ഞങ്ങൾ ദുനിയാവിലോ ഇൽമിലും ദുനിയാവുള്ള വിഷയത്തിലും ಯಾರ ಮಶಗೂಲಿತ್ತು ಬಿಜಿ ಇತ್ತುಲ್ಲದಾಯ ಒಂದು ಅವಸ್ಥೆ ಎತ್ತಿಕನ್ನ ನಾವು ಕಾಣಲು ಸಾಧ್ಯವಾಗುತ್ತೆ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പാട്ടു ഇന്ന ലില്ലാഹി
അഹ്ലീന മിനന്നാസ്. നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലഹു ചില ആൾമാറുള്ളാർ. അല്ലാഹു ആൾമാറുള്ളാർ. സഹാബാക്കന്മാർ കേൾക്കാറ്, മൻ ഹും യാ റസൂലല്ലാഹ്, ആരെത്തിക്കാറ് യാ റസൂലല്ലാഹ്? അല്ലാഹു ആൾമാർ സെൻറ്റർ, അല്ലാഹു ചില ആൾമാറുള്ളാറുണ്ടായി ആരെത്തിക്കാറാണ്. قال رسول الله صلى الله عليه وسلم സെൻറ്റർ ഹും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസത്തുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെൻറ്റർ അങ്ങനെ തിക്റാർ അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾമാർ. അങ്ങനെ തിക്റാർ അല്ലാഹുവിന്റെ ആൾമാർ തിക്റാർ. മാത്രമല്ല അഹ്ലുല്ലാഹി വ ഖാസത്തുഹു, അങ്ങനെ ഖാസൈത്തുള്ളതായ ആൾമാർ തിക്റാർ, സ്പെഷ്യലൈത്തുള്ളതായ ആൾമാർ തിക്റാർ. അല്ലാഹു സ്പെഷ്യലൈത്തുള്ളതായ ആൾമാർ എന്തിക്ക് അങ്ങ് ഖുർആന്റെ ആൾമാരായ സബലൈത്തിക്ക്. അപ്പൊ നോക്കൂ സുബ്ഹാനല്ലാഹ്, ഈ ദുനിയാവും അതേപോലെ ഈ ദുനിയാവുള്ളതായ എല്ലാ കാര്യത്തും പഠിച്ചതായ ആ റബ്ബു, ആ അള്ളാഹു, ಅವನು ചില ആൾമാർ ഖാസായിട്ട് എടുക്കൊണ്ടുണ്ടായെങ്കിൽ, സ്പെഷ്യലായിട്ട് എടുക്കൊണ്ടുണ്ടായെങ്കിൽ അതിൽ നാനാവട്ട് രണ്ട് മക്കാവട്ട് ഇക്കൊന്നും ചെന്നുള്ളതായ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് എത്ര ഉണ്ട് അല്ല, അതിന് എത്ര പ്രയത്ന അള്ളാഹു ആലയത്ത് തീരുവ ചെല്ലുന്നത് അതിനങ്ങനെ ഇരിക്കും സാധ്യമല്ല. അത്ര ശ്രേഷ്ഠമായിട്ടുള്ളതായ വിഷയത്തിക്ക് ഓർത്ത അള്ളാഹു ആലയത്ത് തീർന്നു. മാത്രമല്ല ഖാസായിട്ടുള്ളതായ സ്പെഷ്യലായിട്ടുള്ളതായ ആലയത്ത് തീർന്നു. അപ്പൊ ഇത് എല്ലാവർക്കും കിട്ടതായ ഒരു ഭാഗ്യമല്ല. മുഅ്മിനീങ്ങൾക്ക്, അതായത് ഈ സ്വർഗത്തിൽ പോണതായ ആൾമാരിലും എല്ലാവർക്കും ഈ ഒരു പ്രത്യേകത കിട്ടില്ല. അതാകെ എത്തിക്കുന്ന ആ പ്രത്യേകത കിട്ടുന്നത് അഹ്ലുൽ ഖുർആൻ, ഖുർആന്റെ ആൾമാർക്ക് മാത്രമേ എത്തിക്കണം. പലവാക്കന്മാർ ഈ ഹദീസ് ഷറഹെല്ലാം പഠിപ്പാടുക്കുന്നത് ആരെ എത്തിക്കണം? അഹ്ലുൽ ഖുർആൻ, അള്ളാഹുറോ കലാമറോ ഹിഫ്ലാക്കാറാണ് ഒന്നാമത്തത്. ಅದ್ರ ಓದ್ರಂಗ, ಅದ್ರ ಮನಸ್ಲಾಕರಂಗ, ಅದರ ಮೇಲೆ ಅಮಲ್ ಹಾಕ್ರಂಗ, ಅದ್ರ ನಶ್ರ ಹಾಕ್ರಂಗ, ಅದ್ರ ಆಲ್ಮಾರಲ್ಲಿ ಸ್ಪ್ರೆಡ್ ಹಾಕ್ರಂಗ. ಹಿಂಗೈತಿಕ್ಕಾರ ಅಹ್ಲುಲ್ ഖുർആൻ. അപ്പൊ ഈ അള്ളാഹുറ കലാമറോ ഹിഫ്ലാക്കുന്നതും അതേപോലെ അത്ര ഓതുന്നതും അത്ര സ്പ്രെഡ് ആക്കുന്നതും ಅದರ ಮೇಲೆ ಅಮಲ್ ಹಾಕ್றது ഇത്ര ഒരു മുഖദ്ദിമ എത്തിക്കുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ എത്തിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എത്തിക്കുന്നത് കൂടെ തുടങ്ങ പോകേണ്ടതായോ ഈ ഹിഫ്സ് സെന്റർ. അപ്പൊ ഞങ്ങളെ മക്കളോ അള്ളാഹുರು ഖാസായിട്ടുള്ളതായ ആൽമാറാക്കിയിട്ട് തീർക്കുള്ളതായോ ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് ഉള്ളത്. ഇത് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കും. അതല്ലാണ്ട് മക്ക ഫ്രീ ഉള്ളാറല്ലേ, അല്ലെങ്കിൽ മദ്രസത്തിൽ ചെന്നൊന്ന് പോട്ട് ടൈം വേസ്റ്റ് ആവുന്നത് വേണ്ട, ഔത്തിൽ നിന്നിട്ട് കളിക്കാറ്, അതിനാണ് മദ്രസത്ത് പോയി നീക്കട്ട് ചെന്നുള്ളതായ ഒരു നീയത്തിലല്ല ഞങ്ങൾക്ക് അർത്ഥമായത്. ഞങ്ങളെ നീയത്ത് എല്ലാ തവണ മേലെ എത്തിക്കണം, ഉയർന്ന നീയത്ത് എത്തിക്കണം. ഒരു നാല് ഞങ്ങൾ 2 ಗಂಟೆ 3 ಗಂಟೆ ഞങ്ങളെ മക്കൾക്ക് ഈ ഒരു ഹിഫ്ള് കത്തിയൊന്നുള്ളാണ്ടായെങ്കിൽ പ്രതി ഒരു നാളും ഞങ്ങൾ മനസ്സിലാക്കണം. നണ്ട മൂന്നും അവിടെ പോയിട്ട് അവന്റെ ടൈം വേസ്റ്റ് ആക്കിയൊന്നുള്ളല്ല, ബദലായിട്ട് ആ ഖുർആൻ പഠിച്ചോണ്ടുള്ളതായ മക്ക പ്രതി ഒരു നാളും ഞങ്ങളാണ് എത്രമാ യാറ കൂലിര ഹാസിലാക്കിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തിച്ചെന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് ഖുർആൻ റോ വലിയ ഒരു ഫضലൈത്തിക്കുന്നത്. ഖുർആൻ റോ പ്രതി ഒരു അക്ഷരത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അജ്ർ തണ്ട. പ്രതി ഒരു അക്ഷരത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 അല്ലെങ്കിൽ വേറെ റിവായത്തിൽ അദ്റാന യാറ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല തണ്ട. അത്ര ഓതിയത് അലിഫ് ലാം മീം ചൊല്ലുമ്പോൾ അത് അലിഫ് വേറെ ഒരു അക്ഷരം എത്തിക്കരുത്, ലാം ഒരു അക്ഷരം എത്തിക്കരുത്, മീം ഒരു അക്ഷരം എത്തിക്കരുത്. അൽഹംദുലില്ലാഹ് ചൊല്ലുമ്പോൾ അതിൽ 7-8 അക്ഷരം ಬಂತು. അപ്പൊ ഓരോ അക്ഷരത്തിനും 10 അല്ലെങ്കിൽ അദ്റാന യാറ കൂലി കിട്ടുന്നുണ്ടായെങ്കിൽ അൽഹംദുലില്ലാഹ് ഞങ്ങളെ മക്ക ഒരു നാൾ ഒരു പേജും 10 2 പേജും 3 പേജും ഓതുമ്പോഴത്തേക്കും എത്ര കൂലി നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതൊരു ചെറിയ വിഷയത്തിൽ ഒക്കത്തും കണക്കാക്കൂത്തിയ എന്റെ ചൊന്നത്തെ പേരൻസ്മാർ അപ്പമ്മമാർ ഈ വിഷയത്തിൽ നമുക്ക് കാണുന്നതെന്തോ ഇതിൽ ഒരു കീലൈത്ത് കാണോ, ഒരു ചെറിയ കാണോ. അത് ഇന്നത്തോ സമാജത്തിലോ നമുക്ക് കാണുക സാധ്യമാവും. ഞങ്ങളെ മസ്ജിദിലാവട്ടെ, ഞങ്ങളെ രായത്തെ പള്ളിയിൽ ഇമാംമാരുള്ളാറുണ്ടായെങ്കിൽ, ഹാഫിൽമാരുള്ളാറുണ്ടായെങ്കിൽ, തറാവി നിസ്കരിക്ക ബന്ധമുള്ളാറുണ്ടായെങ്കിൽ അങ്ങനെ ഒരു ഗൗരവത്തിൽ കാണുന്നത് ചുമക്കുരടി ഒരു ഇമാമല്ലേ അല്ലെങ്കിൽ ഒരു എന്തോ ഉസ്താദല്ലേ ചെന്തുള്ള നിലയിൽ ಅಂಕು ಕೊಡ್ಕೊಣಾಯ ഒരു ಗೌರವತ್ತಮ ರೆಸ್ಪೆಕ್ಟ್ കൊടുക്കാൻ ഇക്കരതെത്തിയിട്ട് പല പള്ളിയിലും കമ്മിറ്റിയിലും നമുക്ക് കാണുക സാധ്യമാവുന്നത്. അതുപോലെ കാരണം ആ റെസ്പെക്ട് നമുക്ക് മനസ്സിലാക്കാത്ത സബലൈത്തിക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ വെച്ചിട്ട് എല്ലാ തവണ യാറ
ರೆಸ್ಪೆಕ್ಟ್ ಕೊಡ್ತದ ಆರ್ಗೆ ಐತಿಕ್ರು, ಗೌರವ ಕೊಡ್ತದ, ಇಜ್ಜತ್ ಕೊಡ್ತದ ಆರ್ಗೆ ಐತಿಕ್ರು, ഖുർആൻ ആൽമാർಗೆ ಐತಿಕ್ರು. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കന്മാർ നമുക്ക് പെടിണ്ടു. എല്ലാ സഹാബാക്കന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതായ ആൽമാരെ തിന്നാർ. അതിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றார், ഖൈറുക്കും നിങ്ങളതിലും ഖൈറൈത്തുള്ള എല്ലാ സഹാബാക്കന്മാർ ഖൈറൈത്തുള്ള, അതിൽ ഒരു സംശയമില്ല. മാത്ര അതിലും ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഖൈറൈത്തുള്ളതായോ അങ്ങനെയാണ് അയാൾ ഖൈറൈത്തുള്ളതായ സഹാബാക്കന്മാരിന്നാർ. ആരെത്തിക്കാറത്? മൻ തഅല്ലമൽ ഖുർആന വഅല്ലം. നിങ്ങളതിൽ സഹാബാക്കന്മാരതിൽ ആരെത്തിക്കാർ? ഖുർആൻ പഠിച്ചിട്ട് പഠിപ്പാട്ടാങ്ങ അങ്ങ ബാക്കിയുള്ള സഹാബാക്കന്മാരാണ് അയാളെ ഖൈറൈത്തിക്കാർ. സുബ്ഹാനല്ലാഹ്. അപ്പൊ ಅಂಕು ಈ ದೀನ್ ಕೊಡ್ತದಾಯ ಇಜ್ಜತ್ ಎಂದ ರೀತಿಕರು, ಗೌರವ ಎಂದ ರೀತಿಕರು. അത് ഈ ദുനിയാവിലും അതേപോലെ ആഖിറത്തിലും എത്തിക്കരും. ഒരു മസ്ജിദിൽ എത്രമാ പൈസ ഉള്ളവണു, സമ്പത്തുള്ളവണു, സ്ഥാനമാനുള്ളവണു മസ്ജിദിൽ വന്നെങ്കും 10 പോണഞ്ചാല് നല്ല എന്തോ പവറുള്ളവൻ സമ്പത്തുള്ള ഇന്നെങ്കും അതിൽ ഒരാളങ്കു ഇമാം നിക്കൊന്നുണ്ടായെങ്കിൽ അവിടെ ഫസ്റ്റ് നോക്കരുത് എന്ത് രീതിക്കരും. അങ്ങനത്തിൽ യാര ഹിഫുള്ള ആരെത്തിക്കാറ്, ഖുർആൻ അറിവുള്ള ആരെത്തിക്കാറ്. ഇത് ഈ ദുനിയാവിലു ഖുർആൻ ആൽമാർക്ക് കിട്ടതായ ഇസ്സത്ത് എത്തിക്കർ, ഗൗരവ എത്തിക്കർ. ഇന്ന് ഞങ്ങളിടല് ഈ വിഷയത്തിൽ ഞങ്ങൾ ചുമ ഗഫലത്തിൽ ഞങ്ങൾ മനസ്സിലാക്കണു. അത് ഞങ്ങളെ മക്കളുടെ വിഷയത്തിൽ ഒർക്കത്തും അതാവുകയാണ്. ഞങ്ങളെ മക്ക ഹിഫ്ള് പഠിക്കാറുണ്ടായെങ്കിൽ, ഖുർആൻ പഠിച്ചോത്തുള്ളാറുണ്ടായെങ്കിൽ അതിന് ഒരു കീഴിലേക്ക് ഞങ്ങൾ കാണുകയാണ്. അങ്ങ് സ്കൂൾ പഠിക്കട്ട്, അല്ലെങ്കിൽ MBBS പഠിക്കട്ട്, എഞ്ചിനീയറിംഗ് പഠിക്കട്ട്, എത്രേ വലിയ പഠിപ്പാണ് പഠിച്ചെങ്കും ഇത് 1% തോലും അതിന് മുട്ട പിറகு സാധ്യമല്ല. ഖുർആൻ ഇൽമു ചെല്ലുന്നത് ആ ഇൽമുക്ക് 1% തോലും ദുനിയാവിൽ എത്രേ വലിയ ഇൽമാവട്ടും ಅದಕ್ಕೆ ಸಮಾವು ಸಾಧ್ಯ ಇಲ್ಲ, ಅದರ ಮುಟ್ಟ ಬರಗೂ ಸಾಧ್ಯ ಇಲ್ಲ. ಅತ್ತರ ಬೆಲೆಯ ಇಲ್ಮ ಇತ್ತಿಕರು ഖുർആൻ ഇൽമു ചെല്ലുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പഠിപ്പാട്ടു. ഇതിൽ നമുക്ക് മനസ്സിലാക്കുക സാധ്യ അവർ ഖുർആൻ ഇസ്സത്ത് എന്ന രീതിക്ക്, ഖുർആൻ പഠിച്ചಗಳ ഇസ്സത്ത് എന്ന രീതിക്ക് ഖിയാമത്ത് നാളിൽ ഒരു ಬೆಲ್ತ ஒரு ஆள் ஒரு ಮನುಷ್ಯರೊಟ್ಟಿಗೆ ಬಂತು ಚೆಲ್ರು. ಮನುಷ್ಯರ ಮುಟ್ಟ ಬಂದಪ್ಪ ಆ ಆಳ್ ಕೇಕ್ರ ಆರೆ ತಿಕ್ರ ನೀನು ಅಪ್ಪ ಚೆಲ್ರು, ನಾನು ನೀನು ಓದಿದ ഖുർആൻ ಎತ್ತಿಕ್ರ, ನೀ പഠിച്ചದ ഖുർആൻ ಎತ್ತಿಕ್ರ. ಆ ಹದೀಸಿൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഷയം നമുക്ക് പഠിപ്പാട്ടത്. ആ ഖുർആൻ പഠിച്ചതായ ആള്, ഖുർആൻ ഹിഫ്ളാക്കിയതായ ആള്, ಅದರ ಮೇಲೆ അമലാക്കിയതായ ആള് അണ്ടത്തെ നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ എല്ലാ ആൾമാരെ എതിരും, കോടി കോടി കണക്കിന് ആൾമാരെ എതിരും അവണ്ടും ആ ഖുർആൻ പഠിച്ച ആളും ആ പഠിച്ചതായ അപ്പമ്മറും അങ്ങലും പിലിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തരാക്കറ എല്ലാರ ಎದುರು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆല ಮಗು ಕಿರೀಟತೆ ಇಡಪಾಟ, ಆ ಅಬ್ಬ ಮಗು ಕಿರೀಟತೆ ಇಡಪಾಟ. ಮಾತ್ರ ಅಲ್ಲ, ಆ ಅಬ್ಬ ಮಗು ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಸ್ವರ್ಗದ ಡ್ರೆಸ್ರು ಎಲ್ಲಾ ಆಲ್ಮಾರ ಎದುರು ಇಡಪಾಟ. ഇത്ര വലിയ ഇസ്സത്ത് എത്തിക്കുക. ദുനിയാവിലും ഇസ്സത്ത്, ആഖിറത്തിലും എല്ലാ ഹലായിക്കരെതിരും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഗൗരവ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആന്റെ ഇസ്സത്ത് എന്ന രീതിക്ക് സഹോദരന്മാർ. അപ്പൊ അത് കൊടുക്കരുത് എന്തിಗೆ എത്തിക്കരുത്? ആ ആൾ ഖുർആന്റെ ആലായ സബല എത്തിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ ചെല്ലു, ഇഖ്റ വത്തഖി, നിങ്ങൾ ഓതിയ പോലെ വേണ്ടവരും നിങ്ങളുടെ സ്ഥാന സ്വർഗത്തിൽ യാറായോത്തേ പോകും. എത്ര ഓതുക അത്ര സ്ഥാന യാറായോത്തേ പോകും. സുബ്ഹാനല്ലാഹ്. ഇത് സ്പെഷ്യൽ ആയിട്ട് കിട്ടുന്നതായ ഒരു ഗിഫ്റ്റ് എത്തിക്കുന്ന ഖുർആൻ ആൽമാർക്ക്. അപ്പൊ ഞങ്ങൾ ഒന്നാമത്തേക്ക് ഞങ്ങളുടെ പേരൻസ്, ഞങ്ങളുടെ അബ്ബമ്മ ഞങ്ങൾ മനസ്സിലാക്കണായത് ഞങ്ങളുടെ മക്കളും ഞങ്ങൾ കർത്തിയിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളതായ ഒരു ഇൽമു പഠിക്കുക എത്തിക്കുക. അങ്ങനെ ടൈം പാസ് ആക്കുകയല്ല, ಖಾಲಿ ಅವರು ಮದ್ರಸೆ ತಿಂತುಲ್ಲದ പേരുകല്ല, ബദലൈത്ത് എല്ലാ താണ ദുനിയാവിൽ വെച്ചിട്ട് എല്ലാ താണ ശ്രേഷ്ഠമായ ഇൽമു പഠിക്കുക എത്തിക്കുക കർത്തിയിട്ടുള്ളത്. അപ്പൊ ആ മക്ക കൂടെ ഹിഫ്ള് പഠിക്കുമ്പോഴത്തേക്കും ಅದಕ್ಕುള്ളದಾಯ ವ್ಯವಸ್ಥೆ ನಾನು ಔತರಾಕಿತ್ತು ನಾವು ಕೊಡ್ಪ ನಾ ಚಂದ್ರ ಬಂದಂತುള്ളത്. ഒന്നാമത്തേക്ക് ഞങ്ങ അതായത് ഈ രായത്തങ്ങാവട്ട് അബ്ബമാവട്ട് മക്കും ആ ഖുർആൻ ഉള്ളതായ ഗൗരവത്തെ നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നാസിലാക്കിയിട്ടുള്ളതായ ആ ജാവറു എത്ര ബർക്കത്തായിട്ടുള്ളതായ ജാവായിട്ടാക്കിയ ലൈലത്തുൽ ഖദ്രി ഖൈറുൻ മിൻ അൽഫി ശഹർ. എത്ര ആയിരക്കണക്കിൽ പോലിഷുള്ളതായോ ಎಂದ್ರು ஒரு ஜாவைத்து ಆ ஜாவ அல்லாஹ் சுப்ஹானஹு வ தஆலா கணக்காக்கிது. ஏ ஜாவைத்திக்கு உலமாக்கமார் சொல்றது, முஃபஸ்ஸிரீங்க சொல்றது, அண்டത്തെ ஜாவுക ലൈലത്തുൽ ഖദ്ർ ജാവുക പ്രത്യേകത കിട്ടുള്ളതായ കാരണം അണ്ടത്തെ ജാവ് ഖുർആൻ നാസിലായ സബലൈത്തിക്കർ. സുബ്ഹാനല്ലാഹ്. അണ്ടത്തെ ജാവ് ഖുർആൻ നാസിലായ സബലൈത്തിക്കർ. ആ ഖുർആൻറോ
ഗൗരവത്തെ സഫലൈത്തിക്കർ ആ ജാവുക പ്രത്യേകത കിട്ടിയത് അത്തരം ശ്രേഷ്ഠമായിട്ടുള്ളതായ രീതിക്കർ അള്ളാഹുರ ಕಲಾಂ ചെല്ലുന്നത് ആ അള്ളാഹുರ കലാം പഠിക്കുള്ളതായ ഒരു അവകാശ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ന്യായമത്തെത്തിക്കർ ആ പഠിക്കുന്ന മക്കൾക്കു നല്ല ರೂಪത്തിൽ ಅದಕ್ಕುള്ളದಾಯ ಅವಕಾಶத்தை ಹಾಕಿದ್ದು ಕೊಡ್ಕೊಂಡು ಅವತರು ಆ ಕುರ್ಆನ್ പഠിച്ചോത്തുള്ളാന്നിട്ട് അവතුలు ಟಿವಿ ಬೇಕರು മക്ക പഠിക്കുമ്പോ അപ്പ അമ്മ ಟಿವಿ നോക്കറോ അങ്ങനത്തെ അതേപോലെ മൊബൈൽ നോക്കറോ ഇങ്ങനത്തെ ഒന്നും ഞങ്ങൾ അവතුలు സംഭവിക്കുകയില്ല അള്ളാഹുರ കലാം ഹിഫ്ളാക്കുന്നത് ഇത് വലിയൊരു ന്യായമത്തെത്തിക്കർ അപ്പൊ അത്ര ആ ഗൗരവത്തെ കൊറടിയാക്കുന്നതായ ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് സംഭവിക്കുകയില്ല അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ തവണ അള്ളാഹു നമ്മൾ സ്തുതിക്കുക അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നിഅമത്ത് നമുക്ക് തന്നതിക്ക് അതേപോലെ ഞങ്ങളുടെ മക്കൾക്കും നമുക്കും അള്ളാഹുവിന്റെ കലാം പഠിക്കുകയും അതിൽ ഹിഫ്ളാക്കുകയും അതിന് മേൽ അമലാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ബർക്കത്തിനാണ് നിക്ബാറ്റ ഇനി ഉസ്താദ് ജിയാഉർ റഹ്മാൻ ഹഫിദഹുല്ലാഹ് ഈ വിഷയത്തിൽ നമുക്ക് ഒന്ന് രണ്ട് ഉപദേശങ്ങൾ കാക്കുകയും ജസാക്കുമുല്ലാഹു ഖൈർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു